ഒരിക്കൽ ദില്ലിയിൽ INA മാർക്കറ്റിൽ പോയപ്പോൾ നടപ്പാതയുടെ അരികിൽ നിരന്നിരുന്ന് ബനിയനും ടീഷർട്ടുകളും കുഞ്ഞുടുപ്പുകളും വിൽക്കുന്ന കാശ്മീരി പണ്ഡിറ്റുമാരെ കണ്ടു. ഭൂമിയിലെ സ്വർഗമായ കാശ്മീരിൽ തലമുറകളായി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചവരായിരുന്നു അവർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് ഹണിമൂണിനായി അവിടെ എത്തുന്ന ഇണകളെ പൂവുകൾ നൽകി സ്വീകരിച്ചവരായിരുന്നു അവർ. ഭീകരരിൽ നിന്ന് ജീവൻ രക്ഷിക്കാനായി അവർ കൂട്ടമായി പലായനം ചെയ്തു. വീടും സമ്പാദ്യങ്ങളും പ്രമാണങ്ങളും നഷ്ടപ്പെട്ട അവരിൽ ചിലർ INA മാർക്കറ്റിൽ അഭയം തേടി. കൂട്ടത്തിൽ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. എല്ലാ രേഖകളും നഷ്ടപ്പെട്ട അയാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. അയാൾ വിഷപ്പടക്കാനായി പാതവക്കിലിരുന്ന് അടിവസ്ത്രങ്ങൾ വിറ്റ് ജീവിതം തുടരുന്നു. ഇടതു സഹയാത്രികനായ മയ്യരിയുടെ കഥാകാരൻ M. മുകുന്ദൻ മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ എഴുതിയതാണ് ഇത്. ഇനി മറ്റൊരു സംഭവം കൂടി പറയാം. കഴിഞ്ഞ വർഷം മെയ് മാസം കാശ്മീരിലെ ബുഡ്ഗാം ജില്ലയിലെ ചഡൂര തഹസീൽദാർ ഓഫീസിലെ ക്ലർക്കായ രാഹുൽ ഭട്ടിനെ പട്ടാപ്പകൽ സകല ജീവനക്കാരുടെയും മുമ്പിൽ വെച്ച് ഒരു സംഘം ലഷ്കർ-ഇ-തയ്യിബ ഭീകരർ വെടിവെച്ചു കൊന്നു. എന്തായിരുന്നു രാഹുൽ ഭട്ട് ചെയ്ത കുറ്റം? അയാൾ ഒരു കാശ്മീരി പണ്ഡിറ്റായിരുന്നു. താഴ്വരയിൽ നിന്നും പലായനം ചെയ്ത പണ്ഡിറ്റുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ പാക്കേജിൽ ജോലി ലഭിച്ച രാഹുൽ ഓഫീസ് കസേരയിൽ വെടിയുണ്ടകളേറ്റ് ചോരയിൽ മുങ്ങി നിശ്ചലനായി. നൂറ്റാണ്ടുകളായി കാശ്മീർ താഴ്വരയിൽ ജീവിച്ചു വന്നവരാണ് പണ്ഡിറ്റുകൾ. അവർ യൂറോപ്പിലെ ജൂതരെ പോലെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും സാമൂഹികമായും വളരെ നല്ല നിലയിലായിരുന്നു. 1980കളുടെ അവസാനമായപ്പോഴേക്കും കാശ്മീരിന്റെ നിയന്ത്രണം JKLF തീവ്രവാദികൾ ഏറ്റെടുത്തു. VP സിംഗിന്റെ കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ കാലത്ത് ഭീകരത അതിന്റെ പാരമ്യത്തിലെത്തി. അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ മകൾ റൂബി സെയ്ദിനെ JKLF തട്ടിക്കൊണ്ടുപോയി. കാശ്മീരിൽ ഭീകര രാഷ്ട്രം സ്ഥാപിക്കാൻ ഏറ്റവും തടസ്സം അവിടുത്തെ ഏറ്റവും പുരാതന നിവാസികളായ പണ്ഡിറ്റുകളാണെന്നും അതുകൊണ്ട് അവരെ അവിടെ നിന്നും തുരത്തി ഓടിക്കണം എന്ന സിസ്റ്റമാറ്റിക് പദ്ധതിയുടെ ഭാഗമായാണ് ടെററിസ്റ്റ് ഓർഗനൈസേഷനായ JKLF കില്ലിംഗ് സ്പ്രീ തുടങ്ങിയത്. പണ്ഡിറ്റുകളുടെ വീടുകൾ അവർ ആക്രമിച്ചു. കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊലപ്പെടുത്തി. അവരുടെ വീടും സ്ഥലവും പിടിച്ചെടുത്തു. ഭീകരതയുടെ രക്തതാണ്ഡവം കൺമുന്നിൽ കണ്ടവർ ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് വീട്ടിൽ നിന്ന് ഫാണ്ടക്കെട്ടുകളുമായി ദില്ലിയിലേക്കും ജമ്മുവിലേക്കുമെല്ലാം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഓടിപ്പോയി. അങ്ങനെ പണ്ഡിറ്റുകൾ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി. അവർ അനുഭവിച്ചതും കടന്നുപോയതുമായ ദുരന്തത്തിന്റെ കാഴ്ചയായിരുന്നു കാശ്മീർ ഫയൽസ് എന്ന ചിത്രം. പടം കണ്ട കാശ്മീരി പണ്ഡിറ്റുകൾ പൊട്ടിക്കരഞ്ഞത് അത് അവരുടെ ദുരന്തത്തിന്റെ സങ്കടഗാഥ ആയതിനാലാണ്. സിറിയൻ, പലസ്തീൻ, യമൻ, രോഹിംഗ്യ, കോങ്കോ എന്ന് വേണ്ട ലോകം മുഴുവനുമുള്ള അഭയാർത്ഥികൾക്ക് വേണ്ടി നിലയ്ക്കാത്ത കണ്ണീരൊഴുക്കുന്ന പുരോഗമന ലിബറലുകൾക്ക് കാശ്മീർ പണ്ഡിറ്റുകളോട് മാത്രം മമതയില്ല. അവർ അതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ വിധിക്കപ്പെട്ടവരാണ് എന്നതാണ് പുരോഗമന മതം. അതേസമയം കാശ്മീർ ഭീകരരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ലെന്ന കാര്യത്തിൽ ഇക്കൂട്ടർക്ക് വല്ലാത്ത കടുംപിടുത്തവുമാണ്. ഇന്ത്യയിലെ ഒരേ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. രമ്യതയോടെ സൗഹാർദ്ദത്തോടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റ് വിഭാഗങ്ങളും ജീവിക്കുന്ന ഒരു കാശ്മീർ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മുനയൊടിച്ച് ദുർബലമാക്കുമായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. താഴ്വരയിൽ ആകെ ഉണ്ടായിരുന്ന 1,40,000 പണ്ഡിറ്റുകളിൽ ഏതാണ്ട് 1,00,000 പേർ ജീവഭയത്താൽ നാടുവിട്ടു. എന്ത് സംഭവിച്ചാലും പിറന്നു വീണ മണ്ണ് വിട്ടുപോകില്ലെന്ന വാശിയിൽ ശ്രീനഗറിൽ മെഡിക്കൽ ഷോപ്പ് നടത്തി വന്നിരുന്ന മഹൻലാൽ ബിന്ദ്രുവിനെ കഴിഞ്ഞ വർഷം ഭീകരർ വെടിവെച്ചു കൊന്നു. കാശ്മീരിന് ലഭിച്ച അല്ലെങ്കിൽ നൽകിയ പ്രത്യേക പദവി പണ്ഡിറ്റുകളുടെ പലായനത്തിലാണ് കലാശിച്ചത്. ജമ്മുവും ലേ ലഡാക്കും കാശ്മീർ താഴ്വരയും കൂടി ചേർന്നതാണ് ഇന്നത്തെ ജമ്മു കാശ്മീർ. അതിൽ വാലി മാത്രമാണ് ഭീകരതയുടെ പിടിയിൽ അമർന്നത്. കാശ്മീരിന് പ്രത്യേക പദവി നൽകിയ ആർട്ടിക്കിൾ 370 മോഡി സർക്കാർ പിൻവലിച്ചതിന് ശേഷം സ്ഥിതിഗതികളിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. അവിടേക്ക് ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണ്. ഒരുപാട് പേർ ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡിന്റെ ഭംഗി നേരിട്ട് പോയി ആസ്വദിച്ച് ആഹ്ലാദത്തിന്റെ വർണ്ണചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കാമായിരുന്ന കോടാനുകോടികൾ
ഭീകരതയെ നേരിടാനായി ചിലവഴിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് ധീര ജവാന്മാരുടെ ജീവനാണ് കാശ്മീരിൽ പൊലിഞ്ഞിട്ടുള്ളത്. എന്നിട്ടും സമാധാനം മാത്രം പുലർന്നില്ല. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട എന്നുള്ള നയമാണ് കാശ്മീർ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. താഴ്വരയിലെ ജനതയ്ക്ക് ഇന്ത്യയെ വേണ്ട എങ്കിൽ അവരെ പിരിഞ്ഞു പോകാൻ അനുവദിക്കണമെന്ന പേഴ്സണൽ ഒപ്പീനിയന് രാഷ്ട്ര വ്യവഹാരത്തിൽ അത്ര സ്വീകാര്യത ലഭിക്കില്ല. ആർട്ടിക്കിൾ 370 പിൻവലിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം സുപ്രീം കോടതി ഐക്യകണ്ഠേന ശരിവച്ചിരിക്കുന്നു. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പരമോന്നത നീതിപീഠം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു രാജ്യത്തിനുള്ളിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് അതിന്റെ റിലീജിയസ് സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പദവി നൽകുന്നത് ഫെഡറലിസത്തിനും സെക്കുലറിസത്തിനും നിരക്കുന്നതല്ല. സുപ്രീം കോടതി വിധി അസ്വസ്ഥത ജനിപ്പിക്കുന്നുവെന്ന യെച്ചൂരിയുടെ പ്രസ്താവന വിഘടനവാദികൾക്ക് മാത്രമാണ് രസിക്കുന്നത്. ഇന്ത്യയെ ഉൾക്കൊള്ളാത്തവരെ ഇന്ത്യൻ ജനതയും ഉൾക്കൊള്ളില്ലെന്ന് ഇനിയെങ്കിലും ഇടതുപക്ഷം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എ ചാൻസെ റോഷൻ ചെഹ്ര സുൽഫോം കാ രംഗ് സുനഹര. കാശ്മീർ കി കലിയിൽ മുഹമ്മദ് റാഫി പാടിയ പോലെ ഭാരതവും കാശ്മീരും പരസ്പരം വാരിപ്പുണരുന്ന ഒരു നല്ല കാലം വരുമെന്ന് സ്വപ്നം കാണാം.